എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കേഴ്സർ, വേർ ക്ലോസ്, പിന്നെ ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റിംഗ് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് യൂസിങ് ആൻഡ്രോയിഡ് കേഴ്സർ. എ കേഴ്സർ റെപ്രസെൻറ്റ്സ് ദ റിസൾട്ട് ഓഫ് എ ക്വറി ആൻഡ് ബേസിക്കലി പോയിൻറ്റ് ടു വൺ റോ ഓഫ് ദി ക്വറി റിസൾട്ട്. അതായത് നമ്മളൊരു റോ ഓഫ് ഡാറ്റാസ് അല്ലെങ്കിൽ ടേബിൾസ് ഓഫ് ഡാറ്റാസ് ഫെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ കേഴ്സർ റെപ്രസെൻറ്റ്സ് ദ റിസൾട്ട് ഓഫ് എ ക്വറി. അതായത് ഒരു പെർട്ടിക്കുലർ ക്വറി എടുത്ത് അതിൻ്റെ റിസൾട്ടാണ് കേഴ്സറിൽ ഉണ്ടാവുക. ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് വിച്ച് റെപ്രസെൻറ്റ്സ് എ 2D ടേബിൾസ് ഓഫ് എനി ഡാറ്റാബേസ്. അതിൽ ഏത് ഡാറ്റാബേസിൻ്റെ ആയാലും ഒരു ടേബിളിൻ്റെ പോലെ ആയിട്ടാണ് കേഴ്സർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെൻ റിട്രീവിങ് ഡാറ്റ യൂസിങ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഡാറ്റാബേസ് വിൽ ഫസ്റ്റ് ക്രിയേറ്റ് കേഴ്സർ ഒബ്ജക്റ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ്സ് റെഫറൻസ്. അതായത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാസിനെ റിട്രീവ് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് റിട്രീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കേഴ്സർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ആ കേഴ്സർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ റെഫറൻസ് കോഡ് കൊടുക്കുന്നു. The point of the returned reference is pointing to the 0th location, which is otherwise called as before first location of the cursor. അതായത് കേഴ്സർ ഒബ്ജക്റ്റിൻ്റെ പോയിൻ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഡിഫോൾട്ടായിട്ട് പോയിൻ്റ് ചെയ്യുന്നത് 0th ലൊക്കേഷനിലേക്കാണ്. അതായത് നമുക്ക് ഫെച്ച് ചെയ്യുമ്പോൾ ഡാറ്റ ഉണ്ടാവുക ലൊക്കേഷൻ നമ്പർ 1 തൊട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ലൊക്കേഷൻ നമ്പർ 1 തൊട്ടിട്ട് ഡാറ്റാസ് എല്ലാം ഹോൾഡ് ചെയ്തിരിക്കും. ആൻഡ് നമ്മുടെ കേഴ്സർ പോയിൻ്റ് ചെയ്യുന്നത് 0th ലൊക്കേഷനിലായിരിക്കും. ഈ 0th ലൊക്കേഷനെ നമ്മൾ ബിഫോർ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടും പറയുന്നുണ്ട്. ടു റിട്രീവ് ഡാറ്റ ഫ്രം കേഴ്സർ വി ഹാവ് ടു മൂവ് ടു ദ ഫസ്റ്റ് റെക്കോർഡ് യൂസിങ് മൂവ് ടു ഫസ്റ്റ് എന്ന് പറയുന്നത് അതായത് മൂവ് ടു ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് 0th ലൊക്കേഷനിൽ ഉണ്ടായിരിക്കുന്ന ഡാറ്റാസിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് ഡാറ്റേനെ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നത്. വരുന്നത് കേഴ്സറിൻ്റെ ഫങ്ഷൻസ് ആണ്. അതായത് ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. മൂവ് ടു ഫസ്റ്റ്, മൂവ് ടു നെക്സ്റ്റ്, മൂവ് ടു ലാസ്റ്റ്, ഈസ് ആഫ്റ്റർ ലാസ്റ്റ്, ഈസ് ബിഫോർ ഫസ്റ്റ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മൂവ് ടു ഫസ്റ്റ്. മെത്തേഡ് ടേക്സ് ദ കേഴ്സർ പോയിൻ്റഡ് ടു ദി ഫസ്റ്റ് ലൊക്കേഷൻ ആൻഡ് ഡാറ്റ ഇൻ ദി ഫസ്റ്റ് റെക്കോർഡ് ക്യാൻ ബി അക്സസ്ഡ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കേഴ്സറിനെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ഡിഫോൾട്ടായിട്ട് 0th ലൊക്കേഷനിലാണ് ഉണ്ടാവുക. 0th ലൊക്കേഷനിൽ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റേനെ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂവ് ടു ഫസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് വരുന്നതാണ് മൂവ് ടു നെക്സ്റ്റ്. ടു ഗെറ്റ് ദി നെക്സ്റ്റ് ഡാറ്റ ഫ്രം കേഴ്സർ. അതായത് കേഴ്സറിൽ അടുത്ത ഡാറ്റാസിനെ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂവ് ടു നെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൂവ് ടു ലാസ്റ്റ് പറഞ്ഞാൽ ലാസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മൂവ് ടു പ്രീവിയസ് അതായത് തൊട്ട് മുന്നത്തെ ഡാറ്റേനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് ചെക്ക് വെദർ ദ എൻഡ് ഓഫ് ദി ക്വറി റിസൾട്ട് ഹാസ് ബീൻ റീച്ച്ഡ്. അതായത് ഇതൊരു ചെക്കിംഗ് ഫംഗ്ഷനാണ്. അതായത് ഒരു ക്വറി റിസൾട്ടിൻ്റെ എൻഡ് എത്തിയോ അല്ലെങ്കിൽ ആഫ്റ്റർ ലാസ്റ്റ് ഒന്നും ഇല്ലേ ലാസ്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈസ് ബിഫോർ ഫസ്റ്റ് അതായത് കേഴ്സർ നോർമലി 0th ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവുക. അവിടെ തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ബിഫോർ ഫസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് വർക്കിംഗ് വിത്ത് വേർ ക്ലോസ്. കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് ഓഫ് 2 ways of passing a വേർ ക്ലോസ് ടു റിട്രീവ് ഡാറ്റ. അതായത് വേർ ക്ലോസ് 2 തരത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ത്രൂ ദ യു ആർ ഐ യൂസ് ചെയ്തിട്ട്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ത്രൂ ദ കോമ്പിനേഷൻ ഓഫ് എ സ്ട്രിംഗ് ക്ലോസ് ആൻഡ് എ സെറ്റ് ഓഫ് റീപ്ലേസബിൾ സ്ട്രിംഗ് അറേ ആർഗ്യുമെൻറ്റ്സ്. എന്നാൽ എക്സ്പ്ലിസിറ്റ് വേർ ക്ലോസ്. നമുക്ക് ഫസ്റ്റ് മെത്തേഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ത്രൂ ദി യു ആർ ഐ ടു റിട്രീവ് എ നോട്ട് ഹൂസ് ID ഈസ് 23 ഫ്രം ദി ഗൂഗിൾ നോട്ട് ഡാറ്റാബേസ്. അതായത് ഇപ്പോൾ ഒരു ഗൂഗിൾ നോട്ട് ഡാറ്റാബേസിൽ നിന്ന് നമുക്കൊരു നോട്ട് റിട്രീവ് ചെയ്യാൻ പോവാണ്. ആ നോട്ടിൻ്റെ ID എന്ന് പറയുന്നത് 23 ആണ്. ഇത് URI വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം ഒരു ആക്ടിവിറ്റി ഡാറ്റാബേസ് ഡിക്ലെയർ ചെയ്യണം. അതായത് ആക്ടിവിറ്റി പിന്നെ അത് ഇനീഷ്യലൈസ് ചെയ്യണം. പിന്നെ സ്ട്രിംഗ് നോട്ട് URI
നോട്ട് യു ആർ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, സ്ട്രിങ്, അതൊരു സ്ട്രിങ് ടൈപ്പിലാണ്. പിന്നെ നോട്ട് യു ആർ ഐ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഈ 23 ആയിട്ടുള്ള നോട്ടിൻ്റെ കണ്ടൻറ്റ് യു ആർ ഐ കൊടുക്കാൻ പോവാണ്. കണ്ടൻറ്റ് യു ആർ ഐ സ്ട്രക്ചറിൽ വരുന്നതാണ് കണ്ടൻറ്റ് :/ അതായത് ഡബിൾ സ്ലാഷ്. പിന്നെ വരുന്നതാണ് com.google.provider. ഇതെന്ന് പറയുന്നത് ഡാറ്റാബേസിൻ്റെ അതോറിറ്റിയാണ്. പിന്നെ വരുന്നതാണ് പാത്ത്, അതായത് നോട്ട് പാഡിൽ നോട്ട്സിൽ 23. ഇനി ഈ ഒരു കണ്ടൻറ്റ് യു ആർ ഐ വെച്ചിട്ടാണ് ഇതിനെ റിട്രീവ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ക്വറി വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു കേസർ ഒബ്ജക്റ്റ് വേണം. ആ കേസർ ഒബ്ജക്റ്റാണ് മാനേജ്ഡ് കേസർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇത് കോൾ ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി ഡോട്ട് മാനേജ്ഡ് ക്വറി ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് കോൾ ചെയ്യുന്നത്. വേർ ക്ലോസ് പാസ് ചെയ്യുന്നത് ത്രൂ യു ആർ ഐ വെച്ചിട്ടാണ്. ഇതിൽ 4 പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട് യു ആർ ഐ. നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള നോട്ട് യു ആർ ഐ എന്ന് പറയുന്നത് അതായത് ഇവിടെ വെച്ചിട്ടുള്ള ഈ നോട്ടിൻ്റെ യു ആർ ഐ ആണ് ഫസ്റ്റിലെ പാരാമീറ്ററിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ പാരാമീറ്ററിൽ വരുന്നത് പറഞ്ഞാൽ പ്രൊജക്ഷനാണ്. പ്രൊജക്ഷൻ മീൻസ് നമുക്കിപ്പോൾ 23 എന്ന് പറയുന്ന അല്ലെങ്കിൽ 23 എന്ന് പറയുന്ന നോട്ട്സിൻ്റെ ഏതൊക്കെ കോളംസാണ് റിട്രീവ് ചെയ്യേണ്ടത് അതാണ് ഈ പ്രൊജക്ഷനിൽ വരുന്നത്. പിന്നെ തേർഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് നള്ളാണ്. ഇതിൽ ശരിക്കും ഈ ഒരു പ്ലേസിലാണ് വേർ ക്ലോസ് നമ്മൾ റിട്രീവ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ നോട്ട് യു ആർ ഐ കൃത്യമായിട്ട് ഏത് നോട്ടാണ് ഫെച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 23 എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ള നോട്ടാണ് ഫെച്ച് ചെയ്യേണ്ടത്. ഇത് അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് ഏതാണ് റിട്രീവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ത്രൂ ദി യു ആർ ഐ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഇതിൽ കൊടുക്കാൻ പറ്റും. അതായത് ത്രൂ ദി യു ആർ ഐൻ്റെ ഒരു പ്രത്യേകതയാണിത്. പക്ഷേ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വേർ കണ്ടീഷനിൽ ഇങ്ങനെ ആയിരിക്കില്ല. എന്നുവെച്ചാൽ ഇതാണ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. Query for a node whose ID 23 using either of these two methods. ഫസ്റ്റ് മെത്തേഡ് യു ആർ ഐ ആണ്. അതായത് ഡയറക്റ്റായിട്ട് യു ആർ ഐ ഈ മെത്തേഡിൽ കൊടുക്കുക. പിന്നെയുള്ള ആർഗ്യുമെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഫുള്ള് നള്ള് കൊടുത്താലും ആവശ്യമില്ല. അതായത് ഡയറക്റ്റായിട്ട് എന്താണ് റിട്രീവ് ചെയ്യേണ്ടതെന്ന് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത വരുന്നതാണ് എക്സ്പ്ലിസിറ്റ് വേർ ക്ലോസ്. ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രൂ യു ആർ ഐയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടൻറ്റ് യു ആർ ഐ കൊടുക്കാം. പക്ഷേ ഇതിൽ ജനറൽ യു ആർ ഐ മാത്രമേ കൊടുക്കുള്ളൂ, എക്സാക്റ്റ് ഐ ഡിയിലേക്ക് എത്തുന്നില്ല. അതായത് നോട്ട്സ് മാത്രം. പക്ഷേ മറ്റേതിൽ നോക്കുകയാണെങ്കിൽ നോട്ട്സിൽ 23 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ 23 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഇതിൽ ഏതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണോ വരേണ്ടതെന്നുള്ളത് അതിൻ്റെ ഫിൽട്ടർ മാത്രമാണ് ഇതിൽ കൊടുക്കുന്നത്. അതായത് ഇവിടെ കൊടുത്ത അതായത് എക്സ്പ്ലിസിറ്റ് വേർ ക്ലോസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്ത അണ്ടർസ്കോസ് ഐ ഡി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, ഇതിൽ ഐ ഡി ആണ് നമ്മുടെ ഫിൽട്ടർ. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കിലേക്കാണ് ഫില്ല് ചെയ്യാനുള്ള വാല്യൂസ് ആണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് ന്യൂ സ്ട്രിങ് ഓഫ് 23, നൾ എന്ന് പറയുന്നത്. ഈ 23 ആണ് ഈ ഐ ഡിയിലേക്ക് പാസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഇൻസേർട്ടിങ് റെക്കോർഡ്സ്. ആൻഡ്രോയിഡ് യൂസസ് എ ക്ലാസ് കോൾഡ് android.content values to hold the values for a single record that is to be inserted. Content values is a dictionary of key or values pairs like columns, names and their values. അതായത് നമുക്ക് കണ്ടൻറ്റ് വാല്യൂസ് നമുക്കിപ്പോൾ ഒരു കണ്ടൻറ്റ് പ്രൊവൈഡറിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്യണമെങ്കിൽ
എൻ്റർ ചെയ്യണമെങ്കിൽ കണ്ടൻറ്റ് വാല്യൂസിലേക്കാണ് ആദ്യം റെക്കോർഡ്സ് എൻ്റർ ചെയ്യുന്നത്, എന്നിട്ടാണ് അവിടുന്ന് വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് കണ്ടൻറ്റ് വാല്യൂസ് ഈസ് ഡിക്ഷണറി ഓഫ് കീവേർ വാല്യൂ പെയർസ് ലൈക്ക് കോളംസ് നെയിംസ് ആൻഡ് ദെയർ വാല്യൂസ്. അതൊരു കീ ഓർ വാല്യൂ പെയർസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ കോളംസും അതിൻ്റെ വാല്യൂസും ഉണ്ടാവും. ഇനി റെക്കോർഡ്സ് ആർ ഇൻസേർട്ടഡ് ബൈ ഫസ്റ്റ് പോപ്പുലേറ്റിംഗ് എ റെക്കോർഡ് ഇൻ ടു കണ്ടൻറ്റ് വാല്യൂസ് ആൻഡ് ദെൻ ആസ്കിങ് android.content resolver to insert that records using a URI. അതായത് കണ്ടൻറ്റ് പ്രൊവൈഡറിലേക്ക് ഒരു ഡാറ്റാബേസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം കണ്ടൻറ്റ് വാല്യൂസിലേക്ക് ആണത് പോപ്പുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മുടെ കണ്ടൻറ്റ് റിസോൾവേഴ്സ് ക്ലാസ് യൂസ് ചെയ്തിട്ട് URI റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. Populating a single row of nodes in content values in preparation for an insert. So പോപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. കണ്ടൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റാണ് ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കണ്ടൻറ്റ് വാല്യൂസ് ഈക്വൽ ടു ന്യൂ കണ്ടൻറ്റ് വാല്യൂസ്. പിന്നെ ഇതിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാല്യൂസ് ഡോട്ട് പുട്ട് ടൈറ്റിൽ ന്യൂ നോട്ട്, അതുപോലെ തന്നെ വാല്യൂസ് ഡോട്ട് പുട്ട് നോട്ട് ദിസ് ഈസ് എ ന്യൂ നോട്ട്. ഇത്തരത്തിൽ നമ്മൾ എത്ര വാല്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്യുക. അതായത് വാല്യൂസ് ഡോട്ട് പുട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ എത്ര വാല്യൂസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ അപ്ഡേറ്റ്സ് ആൻഡ് ഡിലീറ്റ്സ്. Performing an update is similar to performing an insert in which changed columns values are passed through a content values. അതായത് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്ഡേറ്റ്സിലും ഡിലീറ്റ്സിലും വരുന്നത്. കണ്ടൻറ്റ് വാല്യൂസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്, കണ്ടൻറ്റ് വാല്യൂസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇൻസേർട്ട് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നത്. അതായത് ഇൻറ്റ് നമ്പർ ഓഫ് റോസ് അപ്ഡേറ്റഡ് ഈക്വൽ ടു ആക്ടിവിറ്റി ഡോട്ട് ഗെറ്റ് കണ്ടൻറ്റ് റിസോൾവർ ഡോട്ട് അപ്ഡേറ്റ്, പിന്നെ URI കണ്ടൻറ്റ് വാല്യൂസ് സ്ട്രിങ് വേർ ക്ലോസ് സ്ട്രിങ് സെലക്ഷൻ ആർഗ്സ്. ഇതിൽ ഈ ഇൻറ്റ് നമ്പർ ഓഫ് റോസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൽ നമ്മൾ അതിൻ്റെ വാല്യൂ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഡിലീറ്റ് എന്നാക്കിയാൽ നമുക്ക് ഡിലീറ്റ് ഫംഗ്ഷനും ഇതിൽ ഇതേപോലെ തന്നെ പെർഫോം ചെയ്യാം. സോ ഇൻസേർട്ടിൻ്റെ അതേ സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ് അപ്ഡേറ്റ്സിലും ഡിലീറ്റ്സിലും വരുന്നത്. ഓക്കെ, താങ്ക് യു.